കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ നഷ്ടപ്പെട്ട പേപ്പറിൽ ശരാശരി മാർക്ക് നൽകണമെന്ന വിദ്യാർത്ഥികളുടെ വാദം സർവകലാശാല പൂർണ്ണമായി തള്ളി. പകരം ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അന്നേ ദിവസം പരീക്ഷയ്ക്ക് ഹാജരാകാത്തവർക്ക് ഏപ്രിൽ 22-ന് അവസരം നൽകും. നമ്മുടെ ഇങ്ങനൊരു പേപ്പർ നഷ്ടപ്പെട്ടാൽ സർവകലാശാല അതിൽ സ്വീകരിക്കുന്ന ഒന്നാമത്തെ നടപടിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ പരീക്ഷ നടത്തി കുട്ടികൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അവിടേക്ക് നിങ്ങൾ ചിന്തിക്കുക. പോലീസ് രണ്ടാം ഘട്ടമാണ്, അത് തീരുമാനിച്ചിട്ടുണ്ട്. പരീക്ഷ പൂർത്തിയായി 3 ദിവസത്തിനകം തന്നെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് മൂല്യനിർണ്ണയം നടക്കും. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പരീക്ഷാ നടത്തിപ്പുകളിൽ നിന്ന് പൂർണ്ണമായും ഡീബാർ ചെയ്യാനാണ് തീരുമാനം. പരീക്ഷാ കൺട്രോളർ കൈമാറുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ യൂണിവേഴ്സിറ്റി ജീവനക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ. യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇൻറ്റേർണലായിട്ട് നടപടി ഉണ്ടാവും. അതിൻ്റെ റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് കൺട്രോളറോടും രജിസ്ട്രാറോടും അതുപോലെ തന്നെ നമ്മുടെ IQAC ഡയറക്ടറും അത് ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റി അന്വേഷിക്കുന്നുണ്ട്. അതൊരു ഇൻറ്റേർണൽ എൻക്വയറി ആയിട്ട് ഉണ്ടാവുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട കാര്യം പോലീസിൽ അറിയിക്കാൻ സർവകലാശാല വൈകിയതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി കേരള സർവകലാശാല നൽകുന്നില്ല. അതേസമയം സർവകലാശാല തീരുമാനത്തെ നിയമപരമായി നേരിടുമെന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് നമ്മുടെ ഒരാളത്ത് പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ലേ തീരുമാനം എടുത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. നിലവിൽ വൈസ് ചാൻസലർ DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.